നമ്മൾ സിനിമയിൽ പറയുന്നത് പോലെ സുന്ദരകില്ലാടി വന്നാൽ പോലും ഇന്ന് താമരക്കുളത്ത് കുഴൽക്കിണർ കുഴിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ദുർഭരണവും അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണവും മാറിയിരിക്കുകയാണ്. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലുള്ള താമരക്കുളം വാർഡിലെ ഒരു പമ്പ് ഹൗസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ താമരക്കുളം വാർഡിൽ മുൻ മേയറായിട്ടുള്ള പ്രസന്ന ഏണസ്റ്റിൻ്റെ വാർഡ് കൂടിയാണ്. മുൻ മേയർ പ്രസന്ന ഏണസ്റ്റ് മേയറായിരിക്കുന്ന സമയത്ത് ഇവിടെ 2000-ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ള ക്ഷാമം കാരണം കുടിവെള്ളം കിട്ടാതില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു പുതിയ കുഴൽക്കിണർ കുഴിച്ച് എടുക്കാൻ വേണ്ടി ഒരു കരാറുണ്ടാക്കി. ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന കുഴൽക്കിണർ തകരാറിലായതുകൊണ്ട് വെള്ളം മുടങ്ങിയ സമയത്ത് ഇവിടുത്തെ മറ്റ് പാർട്ടി പ്രവർത്തകരൊക്കെ സമരം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 13 ലക്ഷം രൂപയ്ക്ക് കരാർ കൊടുക്കുകയും കരാർ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് മറ്റൊരു കുഴൽക്കിണർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പൈപ്പ് ഇറക്കുന്ന സമയത്തുണ്ടായ തകരാറ് കാരണം ആ പ്രവർത്തനം നിലച്ചു. പിന്നീട് മറ്റൊരു സ്ഥലത്ത് മാറ്റി കുഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിന് സമ്മതിക്കാതെ ആ കുഴിച്ച സ്ഥലത്ത് തന്നെ കുഴിക്കണം എന്നുള്ളൊരു വാശിയിലാകുമ്പോൾ ഇവിടെ ആ പ്രവർത്തനം പൂർത്തീകരിച്ച് കുഴൽക്കിണറിൽ നിന്നും വെള്ളം എത്തിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവർ നിർത്തിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായത്. തൊട്ട് മാറി മറ്റൊരു സ്ഥലത്ത് കുഴൽക്കിണർ കുഴിക്കുകയോ അവർ കുഴിച്ച് വേണ്ടെന്നിൽ എത്രയും പെട്ടെന്ന് ഇത്രയും ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാതെ കോൺട്രാക്ടറും ഈ കരാറ് കൊടുത്തവരുമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ കാരണവും ഇവിടെ നിർത്തി ഇവിടെ മറ്റൊരു കുഴൽക്കിണർ കുഴിച്ച് വെള്ളം എത്തിക്കാതെ പോകുന്ന കാഴ്ചയാണ്. ഇവിടെ മറ്റ് പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരെല്ലാവരും വന്ന് ഇവിടെ വാഹനം തടഞ്ഞിട്ടിരിക്കുകയാണ്, കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ വന്നവരും ഇവിടുത്തെ ജോലിക്കാരുമായിട്ട് അവരും പറയുന്നത് ഇവിടെ പ്രദേശത്തിന് കുഴപ്പമില്ല, വെള്ളം കിട്ടും, പക്ഷേ പൈപ്പ് പൊട്ടി ഗ്രാവലെല്ലാമായിട്ടിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും അതേ സ്ഥലത്ത് കുഴിക്കാൻ പറ്റത്തില്ല. കുറച്ച് മാറിയാണെങ്കിൽ കുഴിച്ച് ഇവർക്ക് വെള്ളം കണ്ടെത്താൻ പറ്റും. അത് നമ്മളോട് അവർ പറഞ്ഞെങ്കിലും അവർ മീഡിയയുടെ മുമ്പിൽ അവർ പറയാൻ തയ്യാറാകുന്നില്ല. ഇതാണ് താമരക്കുളത്ത് മുൻ മേയറുടെ വാർഡിൽ നടക്കുന്ന ഒരു 2000-ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിൽ കഴിഞ്ഞ 8 മാസമായിട്ട് കൊല്ലം മേയർ ശ്രീമതി പ്രസന്ന ഏണസിൻ്റെ വാർഡായിട്ടുള്ള താമരക്കുളത്തിലെ ജനങ്ങൾ തികച്ചും ദാഹം അകറ്റുവാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത ഒരവസ്ഥയിലാണ്. അതിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഭാരതീയ ജനതാ യുവമോർച്ച ജില്ലാ വാട്ടർ അതോറിറ്റി AXE ആയിട്ടുള്ള ഉദ്യോഗസ്ഥനെയും ഒപ്പം ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസറിനെയും ഉപരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു കുഴൽക്കിണർ നിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ പിറകിൽ കാണുന്ന ഈ വാഹനം എത്തിയത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ ഈ കുഴൽക്കിണർ നിർമ്മാണത്തിൻ്റെ പുരോഗതിയെ അന്വേഷിക്കുവാനോ ഇവിടുത്തെ മേയറായിട്ടുള്ള ശ്രീമതി പ്രസന്ന ഏണസ്റ്റ് വരാതിരിക്കുകയും ഒപ്പം കോൺട്രാക്ടർ കൊടുത്തിരിക്കുന്ന കടക്കൽ സ്വദേശിയായിട്ടുള്ള CPM നേതാവ് ഇവിടുത്തെ നിർമ്മാണങ്ങൾ മന്ദഗതിയിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇവിടുത്തെ കുഴൽക്കിണർ നിർമ്മാണം 45 ദിവസമായിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. നമ്മൾ സിനിമയിൽ പറയുന്നത് പോലെ സുന്ദരകില്ലാടി വന്നാൽ പോലും ഇന്ന് താമരക്കുളത്ത് കുഴൽക്കിണർ കുഴിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ദുർഭരണവും അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണവും മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ ഓരോ ദിവസവും ഇവിടുത്തെ ഈ പറയുന്ന കുഴൽക്കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിക്കുകയാണ്. അപ്പോഴൊക്കെ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ഉരുണ്ട് കളിക്കുകയാണ്. 13 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചുകൊണ്ടൊരു നിർമ്മാണമാണ് ഇവിടെ നടന്നത്. അതിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ഡെവലപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. 180 മീറ്റർ കുഴിക്കുന്നതിന് വേണ്ടി 45-ലധികം ദിവസം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതമെന്ന് പറയുന്ന രാജ്യം യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഒപ്പം ചന്ദ്രനിലും പോകുന്ന ഈ കാലഘട്ടത്തിലാണ് കേരള മോഡൽ എന്ന് പറയുന്ന കേരളത്തിൽ 45 ദിവസം കഴിഞ്ഞിട്ടും ഒരു ചെറിയ കുഴൽക്കിണർ കുഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മളെ ഏക വിഷമത്തിലാക്കുന്നത്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ കുഴൽക്കിണർ നിർമ്മാണത്തിലെ ഡെവലപ്പിംഗ് അപാകതകൾ കണ്ടുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ച് BJP രംഗത്ത് വന്നിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞത് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല, ഡെവലപ്പിംഗ് പ്രക്രിയ കൃത്യമായി നടക്കുമെന്നുമാണ് പറഞ്ഞത്. എന്നാൽ എയർ അടിച്ച് താഴെ ഇറക്കിയിരിക്കുന്ന പൈപ്പ് പൊട്ടിപ്പോവുകയും തുടർന്ന് ആ പൈപ്പിൽ തന്നെ കുഴൽക്കിണർ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ 300 മീറ്റർ അല്ലെങ്കിൽ 300 അടി കുഴിച്ചു വന്ന സമയത്ത് ഈ പൈപ്പ് പിന്നീട് കുഴിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ പറയുന്ന പ്രവർത്തനം നിർത്തി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വന്ന ഇതിൻ്റെ തൊഴിലാളികൾ മടങ്ങുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കുഴൽക്കിണർ നിർമ്മാണം കൃത്യമായ രീതിയിൽ
പുനർപ്രവർത്തനം നടത്തിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് കുഴൽക്കണ്ട കുഴിക്കണമെന്നാണ് ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ താമരക്കുളത്തിലെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് ജലത്തിനായി വേണ്ടി ഒരു ശക്തമായ സമര പരിപാടിയിലേക്ക് യുവമോർച്ചയും BJPയും കടക്കുമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്.